ഉണ്ടാക്കാൻ പോകുന്നത് ചിരങ്ങ കൊണ്ട് ഉള്ള ഒരു അലുവയാണ്. ഇതിൽ ചിരകി വെച്ചതാണ്. അതിലേക്കുള്ള ഇതൊന്നും വേവിച്ചും വെച്ചിരിക്കുന്നു, ഒന്ന് ആവിയേറ്റി വെച്ചിരിക്കുന്നത്. അതിലേക്കുള്ള പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കളറ് ചേർക്കുന്നതിന്, നെയ്യ്, വാനില എസൻസ്. ഫാന് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിരങ്ങ വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഈ പഞ്ചസാരയും കൂടി ചിരങ്ങ തിളച്ച് വരുന്നതാണ്. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ടിട്ടില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറ്റി വരണം. അലുവ പാനിയൊക്കെ നമുക്ക് ഒന്ന് വറ്റി വന്ന് ആകുമ്പോൾ ശരിയാവും. മധുരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. പഞ്ചസാര, കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നല്ല ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറ്റി വെള്ളം ഒരു പാകത്തിനായി വരുന്ന വരെ ഇളക്കി കൊടുക്കാം. സ്റ്റവ് എത്തിച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരുകയാണ്. ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് കളറായി ഇതിലേക്ക് ഇത് വെള്ളം വറ്റുന്ന വരെ ഇളക്കി കൊടുക്കണം. വെള്ളം നല്ല വറ്റില്ല, കുറച്ച് ദിവസമായിട്ട് തന്നെയാണ്. ഒന്ന് സിമ്മാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അലുവ വാങ്ങി വയ്ക്കുകയാണ്. കുറച്ച് ലൂസായിട്ട് തന്നെയാണ് അലുവ ഉണ്ടാവില്ലേ. ഒരു തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ ചിരങ്ങ അലുവ പാകമായിട്ടുണ്ട്.